പാമ്പുകടിയേറ്റ് അടിയന്തര ചികിത്സയ്ക്കായി കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച സെലീനയ്ക്ക് ചികിത്സ നൽകുന്നതിൽ വലിയ വീഴ്ച സംഭവിച്ചെന്നാണ് പിതാവ് ചൂണ്ടിക്കാട്ടുന്നത്. ജീവനക്കാരുടെ അനാസ്ഥ മൂലം ചികിത്സ സമയത്ത് ലഭ്യമായില്ലെന്ന് പിതാവ് പറഞ്ഞു. ഞാൻ പോയി പെട്ടെന്ന് ബ്ലഡ് കൊണ്ട് കൊടുത്തു. റിസൾട്ടും കൊണ്ടുവിടാന്നപ്പോൾ എൻ്റെ മോള് കുളിമുറിക്കകത്ത് കിടക്കുക, തല കറങ്ങി മൂത്രമൊഴിക്കാൻ കഴിയും, അതിനകത്തുനിന്ന് എടുക്കാൻ വയ്യ. ഞങ്ങൾ 2-3 പേര് പിടിച്ചിട്ട് ഒക്കുന്നില്ല. അറ്റൻഡറും ഒരു പെണ്ണോടെ വന്ന് വാതൊക്കെ നോക്കി നിൽക്കുന്നതല്ലാതെ ഈ ജീവനക്കാരും അതിനകത്തോട്ട് കയറുന്നില്ല. ആരും ഒന്നും സഹായിക്കാനില്ല. ഞാൻ പിടിച്ചിട്ട് പൊക്കി വരാഞ്ഞോട്ട് ഞാൻ വെളിയിലോടിപ്പോയി വെളിയിൽ നിന്ന് 2-3 പേരെ വിളിച്ചുകൊണ്ട് വന്നാണ് എൻ്റെ മോള് കുളിമുറിക്കകത്തുനിന്ന് എടുക്കുന്നത്. എടുത്ത കട്ടിലേക്ക് കിടത്തിയപ്പോൾ ഇത് നോക്കിച്ച് പറഞ്ഞ് പൾസുണ്ട്, കുഴപ്പമില്ല എന്നാണ് ആ ഡോക്ടറും മീഡ അന്നേരവും പറയുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, മീഡ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ പറഞ്ഞു, ഞാൻ വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകാം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഒരു ഡോക്ടർ അപ്പുറത്തുനിന്ന് വന്ന് പുള്ളിക്കാരൻ അമർത്തിയപ്പോൾ ECG എടുക്കുന്ന കുറച്ച് വന്ന് ECG എടുത്തപ്പോൾ ലൈൻ നേരെയാണ് വരും. അത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം എടുത്തപ്പോഴെല്ലാം അതേ സെയിമില്ല വരുന്നത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നത് നമുക്ക് വേറെ കൊണ്ടുപോകാം. അമിൽ സാറിനെ പെട്ടെന്ന് വിളിച്ച് അയാൾ ഓടി വന്ന് സെച്ചറും കൊണ്ടുപോയി പറയാം, ഇനി എവിടെ കൊണ്ടുപോകാൻ ആൾ മരിച്ചു പോയത്. ഇങ്ങനെയാണ് ഇവർ പറഞ്ഞത്. ഇവരൊന്നും ചെയ്തില്ല. എൻ്റെ കുഞ്ഞിന് ഈ BP കൂടിയിട്ട് ഒരു ഗുളിക കൊടുത്തില്ല, ഒരു ഇഞ്ചക്ഷൻ എടുത്തില്ല, ഒന്നും ചെയ്തില്ല. ജീവനക്കാർ വളരെ അനാസ്ഥയാണ് കാണിച്ചത്. ഞാൻ ഓടിച്ചെന്നപ്പോൾ വാരക്കൽ ഒരു സെക്യൂരിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾ ചെല്ലും, പിന്നെ നോക്കുമ്പോൾ അയാളുമില്ല, ആരുമില്ല. അങ്ങനെ ഞാൻ വെളിയിൽ പോയ ആളിനെ കൊണ്ടുവന്നാണ് എൻ്റെ കുഞ്ഞിനെ എടുത്ത കുളിമുറിക്കകത്ത്. മകളുടെ മരണത്തെ തുടർന്നുണ്ടായ മാനസിക വ്യഥയിലാണ് കുടുംബം. ആശുപത്രി അധികൃതരുടെ അലംഭാവവും ജീവനക്കാരുടെ അനാസ്ഥയും ചൂണ്ടിക്കാട്ടി മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകുമെന്ന് പിതാവ് വ്യക്തമാക്കി. സി മലയാളം ന്യൂസ്, ആലപ്പുഴ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.